ഹണി ആം ഹോം. ഹലോ ഞാൻ സംഗീതാണ്. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ റെസിപ്പി പുദീന ചിക്കനാണ് ആൻഡ് നല്ല ഹെൽത്തി വിധത്താണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഈ ചാനലിൽ ഹെൽത്തി റെസിപ്പി ഞാൻ ഇടാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്തായാലും ഈ റെസിപ്പി നല്ല ടേസ്റ്റി ആയിരിക്കും. സോ ഈ ഹെൽത്തി ഡെലിഷ്യസ് പുദീന ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു കപ്പ് പുദീനയുടെ ഇലയാണ് ഞങ്ങൾക്ക് ആവശ്യം. ആൻഡ് ഞാൻ സ്വതവേ കൊറിയാൻഡർ ലീഫ്, പിന്നെ ഈ മിൻറ്റ് ലീഫ് ആൻഡ് ബേസിലിൻ്റെ ഒക്കെ പോട്ട്സിൽ ഞാൻ ഓൾറെഡി അതിൻ്റെ സ്റ്റെംസ് കുഴിച്ചിട്ടിട്ടാണ് അതിനെ പ്ലാന്റ് ആക്കിയിട്ട് വെക്കും. സോ ആവശ്യമില്ല സമയത്ത് ആവശ്യത്തിന് അത്ര മാത്രം പറിച്ചെടുത്താൽ മതി. ബിക്കോസ് ഇതൊക്കെ ബഞ്ചായിട്ട് വാങ്ങിക്കുമ്പോൾ ഫ്രിഡ്ജിൽ കടന്ന് ചീത്തയാവുക ചെയ്യുക. എന്താ വെച്ചാൽ ബിരിയാണിക്ക് കുറച്ച് ആവശ്യം മതി, ഈ റെസിപ്പി ആണെങ്കിൽ കുറച്ചേ ഉള്ള ആവശ്യം. സോ ഇങ്ങനെ എടുക്കുമ്പം നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. 2 വലിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ ആവശ്യമില്ല ഒരു 4 പച്ചമുളക്. കുറച്ചുകൂടി സ്പൈസി വേണമെങ്കിൽ ഒരു 2 പച്ചമുളക് കൂടിയും ആഡ് ചെയ്യാം. ഇതെല്ലാം ഇനി ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇടാം. ഇനി ഡ്രൈ മസാലാസ് ഇടുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചാട്ട് മസാല, 1 ടേബിൾ സ്പൂൺ റോസ്റ്റഡ് ജീര പൗഡർ, ആവശ്യത്തിന് ഉപ്പ്. ഞാൻ 1.5 ടീസ്പൂണാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. മൂന്ന് ടേബിൾ സ്പൂൺ യോഗർട്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ബിഫോർ ഹാൻഡേ ഉണ്ടാക്കി വെക്കാൻ പറ്റും. ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് തലേ ദിവസം ഉണ്ടാക്കാൻ പറ്റും. ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യുമ്പം അവർക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത്. സോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പകുതി കഷ്ണം ലൈമിൻ്റെ ജ്യൂസ് കൂടി ചേർത്തിട്ട് ഇതിന് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. വെള്ളമൊന്നും ചേർക്കരുത്. കുറച്ചുകൂടി ലൂസാക്കണമെങ്കിൽ യോഗേർട്ട് പാർന്നിട്ട് ബ്ലിറ്റ്സ് ചെയ്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നിങ്ങളുടെ മാരിനേഷൻ ഉണ്ടാവേണ്ടത്. അധികം ലൂസും അല്ല, അധികം തിക്കും അല്ല. ഞാൻ 3 ചിക്കൻ ബ്രസ്റ്റിന് നല്ലോണം കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. ആൻഡ് ഇതിലേക്ക് ഈ മാരിനേഷൻ പാർന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ കഷ്ണങ്ങൾ ചെറുതായിട്ട് തന്നെ മുറിക്കണം. എന്താ വെച്ചാൽ വലിയ കഷ്ണമാകുമ്പോൾ ഉള്ളിലോട്ടേക്ക് ആ മാരിനേഷൻ്റെ ടേസ്റ്റ് ഒന്നും വരില്ല. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ആൻഡ് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ടോസിൻ ചെയ്താൽ മതി മസാല. ചിക്കൻ്റെ മുകളിൽ കൈയൊന്നും ഇട്ടിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ ഇത് കുറച്ചൊരു റണ്ണി കൺസിസ്റ്റൻസി ആയിട്ടില്ല, മാരിനേഷൻ ആയതുകൊണ്ട് നല്ലോണം കോട്ടായിക്കോളും. ഞാൻ സ്വതവേ ഈ മാരിനേഷൻ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് വെക്കുകയാണ് ചെയ്യുക. സോ കുറച്ചുകൂടി നല്ല ഫ്ലേവർ വരും ചിക്കന്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഇംപേഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ ടൈം ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 hours ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ അടുത്ത ദിവസമാണ് ഉണ്ടാക്കുന്നത്. പാനിനെ ചൂടാക്കാം മീഡിയം ഹൈ ഫ്ലെയിമിൽ. 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ പാർന്ന് കൊടുക്കാം. എനിക്ക് ഈ ചിക്കൻ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ബിക്കോസ് നല്ലൊരു ഫ്ലേവർ വരും. പക്ഷേ പേടിക്കേണ്ട, നിങ്ങളുടെ ഗസ്റ്റിനൊന്നും മനസ്സിലാവില്ല ഇത് കോക്കനട്ട് ഓയിലാണ് ഫ്രൈ ചെയ്തെടുത്തത്. ഞാൻ പിന്നെ നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കാം. ഇതിൻ്റെ കാട്ട് കുറവ് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാറ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ കുറച്ച് കൂടിയും ഓയിൽ ആവശ്യമുണ്ട്. പണ്ട് ഞാൻ നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു വലിയ പാനിൽ ഓൾമോസ്റ്റ് ആ ഫുൾ ബാച്ച് ഇട്ടിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിലേലോ ആവശ്യം. പക്ഷെ ഇപ്പം സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് കൂടി അധികം ഓയിൽ ആവശ്യം വരുന്നുണ്ട്. ഞാൻ ചില സമയത്ത് ഇത് അവനിലിട്ടിട്ടും ബേക്ക് ചെയ്തെടുക്കാറുണ്ട്. സോ ഒരു 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഇത് ബേക്കായി കിട്ടും. സോ ആ പുറത്തത്തെ ഭാഗം ചാറാവുന്ന വരെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. സോ 2 സൈഡ് ചാറാവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. എനിക്ക് ആ ഡാർക്ക് കളേർഡ് ആയിട്ടില്ല, ഒരു ബ്രൗൺ ആയിട്ടില്ല, ഇങ്ങനെ ഓരോരോ ചാടായിട്ടില്ല, കുറച്ച് ക്രിസ്പി കോർണേഴ്സ് വരില്ല. ആ ഒരു പരിധി വരെയാണ് ഞാൻ അതിനെ ഫ്രൈ ചെയ്തെടുക്കാറ്. 2 സൈഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് നല്ലോണം സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കുക ബോട്ടമിനെ. എന്നിട്ട് ആ കഴിഞ്ഞിട്ട് ഒരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതൊരു സ്റ്റാർട്ടറായിട്ട് സെർവ് ചെയ്യുക, അല്ലെങ്കിൽ സൈഡ് ഡിഷ്, അല്ലെങ്കിൽ സാലഡിൻ്റെ മുകളിലും നിങ്ങൾക്ക് ടോസ് ചെയ്യാം. എൻ്റെ പാൻ അധികം ചൂടായിട്ടില്ല തോന്നുന്നുണ്ട്, അതുകൊണ്ട് താഴെ ഒട്ടി പിടിക്കുന്നുണ്ട്. ബിക്കോസ് യൂഷ്വലി എനർഡൈസ് സ്റ്റീലാകുമ്പം ഇങ്ങനെ ഒട്ടി പിടിക്കില്ല പ്രോപ്പർ ടെമ്പറേച്ചറിലാക്കിയിട്ടുണ്ടെങ്കിൽ.
സോ പ്രോപ്പർ ടെമ്പറേച്ചറിലാക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോ ഞാൻ എടുത്തത് കുറേ മുമ്പാണ്. ആൻഡ് ഈ പാനൊക്കെ ഫസ്റ്റ് ടൈമായിട്ട് ഉപയോഗിക്കായിരുന്നു. സോ പഠിച്ച് വരാൻ കുറച്ച് സമയം എടുത്ത്. പക്ഷേ ഇപ്പം നോൺ സ്റ്റിക്ക് ആയിട്ട് തന്നെ എനിക്ക് ഈ സ്റ്റീലിൻ്റെ പാൻ ഉപയോഗിക്കാൻ അറിയാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ റിട്ടേൺ റെസിപ്പി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. ആൻഡ് ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. എനിക്ക് നിങ്ങളുടെ കമൻസ് ഒക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ കണ്ടില്ല എന്ത് സിമ്പിളാണ് ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ലൈക്ക് അത്രയ്ക്കും നല്ല റെസിപ്പിയാണിത്. എനിക്ക് ഈ റെസിപ്പി സാലഡിൻ്റെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം. സോ ഞാൻ സ്വതവേ സാലഡിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യാറ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.